നമസ്കാരം. വിഷുവിലേക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. എന്നാൽ ഈ വിഷു ഏവരും കാത്തിരിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. കേരളീയർക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് രാജയോഗം, അതേപോലെ ലോട്ടറി ഭാഗ്യം, ഗജകേസരി യോഗം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏവരും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു 70-80% വ്യക്തികൾക്കും ഇത് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഫലങ്ങൾ തന്നെയാകുന്നു. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1199 മീനം 31 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 8:51 മകീരം 4-ാം പാദത്തിൽ സൂര്യസംക്രമണത്താൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ ഫലങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയം. ഈ സമയം നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം, അത്തരത്തിൽ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം കൂടിയാകുന്നു. കർമ്മമേഖലയിൽ പോലും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. തൊഴിൽ ലഭിക്കുക, അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കുക. കുടുംബജീവിതത്തിൽ പലവിധ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് തന്നെ പറയാം. ഏത് കാര്യം ജീവിതത്തിൽ ചെയ്താലും അതിൽ നിങ്ങൾക്ക് ഇരട്ടി നേട്ടങ്ങൾ കടന്ന് വരുന്നതായ ദിവസങ്ങൾ എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ലാഭങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ വിചാരിക്കാതെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു എന്ന് വരാം. അത്തരത്തിൽ അനുകൂലമാണ് ഈ സമയം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ബന്ധുഗുണം ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. ലോട്ടറി ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം നിങ്ങൾ സൽചിന്തകളോടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വലിയ നേട്ടങ്ങൾ തന്നെ കടന്നു വരുന്നതായ സമയമാകുന്നു. ഇപ്പോൾ നേട്ടങ്ങൾ നിറഞ്ഞ സമയമാണ് എന്ന കാര്യം ഓർക്കാതിരിക്കരുത്. ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ചെയ്യുന്നതിനനുസരിച്ച് ഗുണഫലങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൂടാതെ സാമ്പത്തികപരമായ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം ധനപരമായ ചില ആവശ്യങ്ങൾ ലോൺ മൂലം നിങ്ങൾക്ക് നികത്തുവാൻ സാധിക്കും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. വീട്, വിവാഹം, സന്താനഭാഗ്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങളും ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശുഭകരമായ സമയം, കീർത്തി കേൾക്കുന്നതായ സമയം, ധനപരമായ നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. നേതൃത്വത്തിൽ അഥവാ നിങ്ങൾക്ക് നേതൃത്വ നിരയിലേക്ക് ഉയർന്നു പോകുവാൻ സാധിക്കുന്നതായ അവസ്ഥ. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ധനപരമായ നേട്ടങ്ങളും പ്രശസ്തിയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതായ ദിവസമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ
ഇരട്ടി നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം രോഗങ്ങൾ മൂലം അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് ശുഭകരമാണ് സമയം. ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ടു പോവുക. ലോട്ടറി പോലുള്ള ഭാഗ്യം, ഭാഗ്യക്കുറിയിൽ വിജയങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. പുണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് സമയം. ഈ സമയം ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തന്നെ കടന്നു വരും. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരും. ആഗ്രഹ സാഫല്യങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അംഗീകാരം തേടിയെത്താം. കൂടാതെ ധനപരമായ നേട്ടങ്ങൾക്കും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യാം. ഈ സമയം ജോലി തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. വരുമാനം വർദ്ധിക്കാം. തൊഴിൽ മാറുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന ഉറച്ചതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് നേരായ വഴിയിലൂടെ തന്നെ ധനം സമാഹരിക്കുവാനുള്ള അവസരങ്ങൾ കടന്നുവരും. ശത്രുദോഷങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അവ ഒഴിവാകുന്നതായ സമയം കൂടി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിഷു മുതൽ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായും അല്ലാതെയും നിങ്ങൾക്ക് വന്നു ചേരും. സന്തോഷം പകരുന്നതായ ദിവസങ്ങൾ കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. നടക്കില്ല എന്ന് വിചാരിച്ച ആഗ്രഹങ്ങൾ പോലും നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബ ബന്ധത്തിൽ സൗഖ്യം വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ബന്ധുക്കളാൽ പലവിധ സഹായങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്തോഷം ഇരട്ടിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും പല തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് തേടി വരിക. പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ, നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരമാണ് ഇത്. നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതായ അവസരങ്ങളാണ് കടന്നു വരിക. കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ അവസരങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സഹായങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുകയോ ഉയർച്ച നേടുകയോ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാവുന്നതായ അവസരങ്ങളും വന്നു ചേരും. വിചാരിക്കാത്തതായ പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. വരവും അതേപോലെ ചെലവും നിയന്ത്രിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം കുടുംബത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ മാറുവാനും വിദേശത്തേക്ക് പോകുവാൻ പോലും അവസരങ്ങൾ കടന്ന് വരുന്നതായ സമയമാണ് ഇത് എന്ന കാര്യം ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ 7-ൽ ശനി വരുന്നതിനാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. ഉത്തര നക്ഷത്രക്കാർക്ക് ഗുണകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. ബഹുമാനം വർദ്ധിക്കും.
സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ. നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തികൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതായ സമയമാകുന്നു. ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. വസ്തുക്കൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. വസ്തുക്കൾ നിങ്ങൾക്ക് നേടുവാനും തന്മൂലം നിങ്ങൾക്ക് മാനസികമായ സന്തോഷം വന്നു ചേരുന്നതിനും സഹായകരമാണ് ഈ സമയം. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ഭാര്യ ഭർത്താക്കന്മാരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രശ്നങ്ങൾ കടന്ന് വന്നുകൊണ്ടേയിരിക്കും. പരിഹരിച്ച് പോകുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. വീട് പണി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയം. അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കും. കാര്യങ്ങൾ അനുകൂലമായി വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. മുടങ്ങിപ്പോയതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വീട് പണി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീട് പണി അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക, വീട് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് സമയം. വസ്തുക്കൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ കടന്നു വരും. ശത്രുദോഷങ്ങളുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനക്ലേശങ്ങൾ അകലും. കൂടാതെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിചാരിക്കാത്തതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നതായ സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലരിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കും. ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തന്മൂലം ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും. തീർച്ചയായും തൃക്കേട്ട നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാകുന്നു. ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. ബഹുമാനം നിങ്ങൾക്ക് വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. നിങ്ങളുടെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കുകയും ബഹുമാനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അംഗീകാരങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. ജനപ്രീതി വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് ഉദ്ദേശിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും. നേട്ടങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ലാഭങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗൃഹം പണിയുവാൻ അനുകൂലമാണ് സമയം. സ്ഥലം വാങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും രാജയോഗതുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ഒരു സമയമാണ് ഇത്. ഉന്നതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വിചാരിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ വീണ് കിട്ടുന്നതായ അവസരമാണ് ഇത്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പൊതുപ്രവർത്തകർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിലിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ കടന്ന് വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ
തൊഴിൽ മാറുവാൻ, തൊഴിൽ ലഭിക്കുവാൻ, വിദേശത്തേക്ക് അവസരങ്ങൾ പോലും വന്നു ചേരാം. ശത്രുദോഷങ്ങളാൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി പോകും. കൂടാതെ ഈ സമയം നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ, ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരമാണ് ഇത്. വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ആഗ്രഹങ്ങൾ പോലും നടക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. മനസമാധാനം ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഉന്നത സ്ഥാനം പോലും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സൗഹൃദപൂർണമായ അന്തരീക്ഷം നിങ്ങൾക്കിടയിൽ വന്നു ചേരും. അത് ഏതൊരു വ്യക്തിയാണ് എങ്കിൽ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം ദമ്പതികൾക്കിടയിലുള്ള കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി പോകും. നെഗറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്നും നിസ്സംശയം പറയാം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ സമയം നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഭാഗ്യം കടാക്ഷിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും രാജയോഗതുല്യമായ ഫലങ്ങൾ പോലും വന്ന് ചേരാവുന്ന സമയം. ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. കാര്യനേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രശസ്തി പോലും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മാതൃഗുണം വർദ്ധിക്കുന്നതായ അവസരം തന്നെയാണ് ഇത്. കൂടാതെ സഹായം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കൂടി കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രശസ്തി വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത വളരെ വളരെ കൂടുതലാണ്. വരുന്ന ഒരു വർഷക്കാലം ഈ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്നതായ ഫലങ്ങൾ തന്നെയാകുന്നു. അതിനാൽ അടുത്ത വിഷു വരെ ഈ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും.